ഇതേ ദിവസം പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒത്തുകിടുന്ന ഒരു വേദിയിൽ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയും ജന്മദിനങ്ങളും അവരുടെ ദിനേവ് നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെ വിഭജിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ള ഇതൊരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പട്ടികജാതി, ആദിവാസി, ദളിത് സമൂഹങ്ങളെല്ലാവരും. ഞാൻ അധികം സംസാരിച്ചു കേട്ടുന്നില്ല, എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇതിങ്ങനെ ആഘോഷിക്കുന്ന പരിപാടിയല്ല. നമ്മളിങ്ങനെ ഒരു കുടിസ് മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മൾ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത്. ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അതിന് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴെത്തിയിട്ടില്ല. പട്ടികജാതിക്കാര്, ആദിവാസി, ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ്. അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹിബ് അംബേദ്കറിനെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി. എനിക്ക് ഒരു 6.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് തിരിച്ച് തൃശ്ശൂരിലേക്ക്. അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ്. ഞാനൊരു പാട്ട് പാടിയിട്ട് പോകും. പക്ഷെ ഇത് പാട്ട് പാടുന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. ഇത് പാട്ട് പാടണം. പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറഞ്ഞത്. ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി പൊയ്കയിലപ്പച്ചന്റെ ഒരു പാട്ടിൽ ഒരു 4 വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹികാവസ്ഥയിൽ ഞാനിത് പാടിയപ്പോൾ വേടൻ ജാതീയവാദിയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്കയിലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊയ്കയിലപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു 4 വരിയാണ്. ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുലരെല്ലാരും കൂടി അറിയോ ഈ പാട്ട്? ഈ കവിത ആർക്കെങ്കിലും അറിയോ? അത് ഞാൻ എന്തായാലും പാടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പാടരുതെന്നാണോ പറയുന്നത്? എന്താണ് പുലരെല്ലാരും കൂടി ഇതിനൊരു ശുഭം വരുമോ? പതയരെല്ലാരും കൂടി സമവരായാലെന്ന പതയന്റെ പഴിമാറുമോ? ഈ ധരണെങ്കിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോദ്ധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. വലിയൊരു ഉത്സവമായിട്ട് നടത്തേണ്ടിയിരുന്ന ഒരു പരിപാടി. എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത്. നിങ്ങളെല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതിങ്ങനെയല്ല നടത്തുന്നത്. അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാവീരൻ അയ്യങ്കാളിയുടെ
നിന്നെ നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം. കടലല്ലേ പാടാം. ഞാൻ പാടിയിട്ട് പതുക്കെ ഇറങ്ങാണ്. ഒരുപാട് തിരക്കുകളുള്ളത് കാരണമാണ്. വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിലും വലിയ വേദിയിൽ ഇതിലും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും അതെനിക്ക് വേണം. അത് ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യും. കടലമ്മ കരഞ്ഞലെ പെട്ടത്, കണ്ണീരല്ല മകളെ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞലെ പെട്ടത്, കണ്ണീരല്ല മകളെ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. പോയിട്ട് വരാം. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞൊരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്യുക, നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക, നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക. ജയ് ഭീം. ചെറിയൊരു സമ്മാനം കൊടുക്കുന്നത് അശ്വിനി VS-ന് നമ്മുടെ മോളാണ്. അശ്വിനിക്ക് എല്ലാ വിഷയങ്ങളിലും A+ നേടി. എല്ലാവരും ഇരിക്കണം. ഞാൻ ഇതൊന്നും കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞോളാം. നമ്മളെ മോൾക്ക് അശ്വിനി മോൾക്ക് എല്ലാ വിഷയത്തിലും A+ നേടി നമ്മുടെ മോൾക്കാണ് കൊടുക്കുന്നത്. എല്ലാവരും